കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു. പ്രതിപക്ഷാരോപണങ്ങൾക്ക് മറുപടി നൽകിയും നിയമസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. 2016 ശേഷമുള്ള കാലം കേരളത്തിന്റെ മാറ്റത്തിന്റെ കാലമെന്ന മുഖ്യമന്ത്രി. ബ്രൂവറി വിഷയത്തിലും PPE കിറ്റ് ആരോപണത്തിലും പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകി. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ ആരും ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിജൻ വായാന്തോടിന്റെ സമഗ്രമായ റിപ്പോർട്ട് കാണാം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഭരണനേട്ടങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഓരോ ആരോപണത്തിനുള്ള മറുപടിയും അക്കമിട്ട് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കൃത്യമായ ഓരോ വിഷയങ്ങളിലും, നിലവിലെ വിവാദ വിഷയങ്ങളിൽ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷമായി LDF സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. അതിലേറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് 2016 മുമ്പുള്ള കാലവും 2016 ശേഷമുള്ള കാലവുമായി കേരളം അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന വികസനവും ഒപ്പം തന്നെ വലിയ വ്യവസായങ്ങളും ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സംരംഭകരെ എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന PPE കിറ്റുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ടിനെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾക്കുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി. ഈ ഘട്ടത്തിൽ സർക്കാരിന് PPE കിറ്റ് കിട്ടിയേ തീരൂ. ഓർഡർ ലഭിച്ച കമ്പനിക്ക് PPE കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത്. അവർക്ക് കൊടുത്തതുപോലെ 50% തുക അഡ്വാൻസ് നൽകി മറ്റൊരു കമ്പനിക്ക് 50,000 PPE കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് KMSCL നൽകി. അപ്പോഴാണ് 2020 ഏപ്രിൽ മാസം 15-ാം തീയതി തദ്ദേശീയമായൊരു സ്ഥാപനം PPE കിറ്റ് കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ തന്നെ കൂടിയ വിലക്കുള്ള ഓർഡർ ക്യാൻസൽ ചെയ്ത് 37,000 എണ്ണം കുറഞ്ഞ വിലക്ക് വാങ്ങി. ഇതാണ് വസ്തുത. CNAG റിപ്പോർട്ട് അന്തിമമല്ല. നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് നമ്മുടെ സണ്ണി ജോസഫ് അധ്യക്ഷനായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പരിശോധിക്കേണ്ടത്. ആ എല്ലാ വിവരങ്ങളും ആ സാഹചര്യങ്ങളുമെല്ലാം അവിടെ പരിശോധിക്കാൻ നിലയെടുക്കാൻ പറ്റും. ബ്രൂവറി വിഷയത്തിലും പ്രതിപക്ഷത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകി. 2022-23 വർഷത്തെ മദ്യനയത്തിൽ ഉള്ള കാര്യങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും പുറത്തുള്ള സ്പിരിറ്റ് കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്നതിന് പകരം കേരളത്തിൽ തന്നെ ഉൽപ്പാദനം നടത്തുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. പാരഗ്രാഫ് 22 അത് ഉദ്ധരണിയാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. 2023-24 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം വേണ്ടത്? സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ ആരും അത്തരത്തിലുള്ളൊരു നീക്കം നടത്തരുത് എന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി കരുവന്നൂരിനെ കുറിച്ച് മാത്രമാണ് പ്രതിപക്ഷം പറയുന്നത്. വയനാട്ടിലെ MN വിജയൻ്റെ മരണത്തെപ്പറ്റി മിണ്ടുന്നില്ല എന്നും കൃത്യമായ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലെ തട്ടിപ്പുകളെ എണ്ണമിട്ട് നിരത്തി അതിനുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി. കരുവന്നൂരിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വയനാടിനെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലോ. NM വിജയനും മകനും മാത്രമല്ല, സഹകരണ മേഖലയിലെ കെടുകാര്യസ്ഥയുടെ രക്തസാക്ഷികൾ പുൽപ്പള്ളി, കേളക്കവല, ചെമ്പകമൂല, കിഴക്കേടിക്കലാത്ത് രാജേന്ദ്രൻ നായരെ തിരുവഞ്ചൂരിന് അറിയുമെന്നറിയില്ല. അറിയായിരിക്കും, അറിയാതിരിക്കാൻ വഴിയില്ല. വായ്പാ തട്ടിപ്പിനിരയായതിനാൽ താൻ അറിയാതെ ലക്ഷങ്ങളുടെ കടബാധ്യതയും പേറി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മനുഷ്യനാണ് അദ്ദേഹം. ബാങ്ക് പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ വ്യക്തി ഈ കേസിൽ ജയിൽ മോചിതനായി. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. NM വിജയൻ്റെ മരണത്തിന് പിന്നിലുള്ളവർക്കും ഇതേ സ്വീകരണമായിരിക്കും കോൺഗ്രസ് നൽകുക എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. CAG റിപ്പോർട്ടിലെ PPE കിറ്റ് വിവാദവും ഒപ്പം തന്നെ ബ്രൂവറി വിവാദവും മറ്റ് വിവാദങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് നയപ്രഖ്യാപനത്തിലുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയതോടെ ഓരോ ആരോപണങ്ങളും പൊളിയുന്ന സാഹചര്യമാണ് നിയമസഭയിൽ കണ്ടത്.